ഡോക്ടറെ, ഇന്ന് അവൻ എന്നെയും തല്ലി. അവനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. എനിക്ക് കേൾക്കേണ്ടിരുന്നത് ഒരമ്മയുടെ ഫോൺ കോളാണ്. ആ പയ്യനെ എനിക്കറിയാം. വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. നല്ല ശാന്ത സ്വഭാവി. അവൻ നന്നായിട്ട് പഠിച്ചു. ഒരു പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടി. അതിനുശേഷമാണ് പിന്നെ അവൻ എപ്പോഴോ മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമയായത്. അതിനുശേഷം അവൻ്റെ സ്റ്റഡീസൊക്കെ ഫുൾ പോയി. എക്സാമൊക്കെ ഫെയിലായി. ഫുൾ പ്രശ്നങ്ങളായി. വീട്ടിൽ അച്ഛനെ തല്ലാൻ തുടങ്ങി. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഇനി നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ പിടിച്ചിട്ടൊരു പെണ്ണ് കെട്ടിച്ചു. പിന്നെ ഭാര്യ സംശയമായി. ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി. അതടിച്ചു പിരിഞ്ഞു. ഇപ്പം ദേ അമ്മയും തല്ലാൻ തുടങ്ങി. ഹലോ, ഐ ആം ഡോക്ടർ ബിൻഷാദ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കഞ്ചാവ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ശാരീരികവും മാനസികമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വലിയ നാർക്കോട്ടിക് ഹണ്ടൊക്കെ നടക്കുകയാണല്ലേ. പക്ഷേ അതിനിടയ്ക്കും നേരത്തെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടു. ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കാരണം കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർബലാണ്, നാച്ചുറലാണ്, അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. മാത്രമല്ല പല രാജ്യങ്ങളും, ഇപ്പം യു എസിലെ പല സ്റ്റേറ്റ്സ്, കാനഡ അല്ലെങ്കിൽ നെതർലൻഡ്സ്, ഇങ്ങനെ പല സ്ഥലങ്ങളും ഇത് ലീഗലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളും ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ കെമിക്കൽ ഹാർഡ് ഡ്രഗ് പോലെ അത്രയ്ക്കൊരു പ്രശ്നക്കാരനല്ല കഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് ചിലരിതിനെ നോർമലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഡ്രഗാണോ അതോ ഒരു ഹാർഡ് ഡ്രഗാണോ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന കാര്യം നോക്കാം. ഇനി നമുക്കാദ്യം കഞ്ചാവിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. പലരും വിചാരിക്കുന്ന വെച്ചാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കഞ്ചാവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 12,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതായത് നമ്മുടെ അരിയും ഗോതമ്പും കൃഷി ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ കഞ്ചാവ് കൃഷി ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് ലഹരിക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് മാത്രം. ആയുർവേദത്തിലും അല്ലെങ്കിൽ ചൈനീസ് മെഡിസിനിലൊക്കെ ഈ കഞ്ചാവ് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇന്ത്യയിലെ ഒരു കൾച്ചറൽ ആസ്പെക്ട്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ശിവസന്യാസിമാർ അല്ലെങ്കിൽ അഘോരികൾ ഇവരൊക്കെ കഞ്ചാവ് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കൾച്ചറൽ ഇവൻറ്റ്സിൻ്റെ പാർട്ടായിട്ടും കഞ്ചാവ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിപ്പം കഞ്ചാവ് ചുരുട്ടി വലിച്ചാലും അല്ലെങ്കിൽ ബാങ്ങായിട്ട് കുടിച്ചാലും അങ്ങനെ പല രീതിയിൽ പല ആഘോഷങ്ങളിലും ഒരു പാർട്ടായിട്ട് കഞ്ചാവ് ഉണ്ട്. ഇനി ഹിമാചൽ പ്രദേശിലെ മലാന എന്ന വില്ലേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഞ്ചാവ് മാത്രം വളരുന്നൊരു സ്ഥലം. അവിടുത്തെ മലാന ക്രീം എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. ഈ നോർത്ത് ഇന്ത്യയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ കഞ്ചാവിന് സംഭാവനയൊന്നുമില്ല എന്ന് ചോദിക്കാം. നമ്മുടെ ഇടുക്കി ഗോൾഡും നീലച്ചടയനൊക്കെ വേൾഡ് ഫേമസ് ആയ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഞ്ചാവ് നമുക്കിടയിൽ വർഷങ്ങളായിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ പല ഭാഗങ്ങളും ഇതൊരു കൾച്ചറൽ പാർട്ട് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് ഈ കഞ്ചാവൊന്നും നിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ കഞ്ചാവിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ആൾക്കാർ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. ഇനി നമുക്ക് സയൻസിലേക്ക് പോകാം. ഈ കഞ്ചാവ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, എൻഡോകനോയിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മിക്ക ഫങ്ഷൻസും റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ വിശപ്പ്, നമ്മുടെ മൂഡ്, അല്ലെങ്കിൽ നമ്മുടെ പെയിൻ കൺട്രോൾ, മെമ്മറി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ എൻഡോകനോയിഡ് സിസ്റ്റമാണ്. നമ്മൾ കഞ്ചാവ് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഞ്ചാവിലൊരു മെയിൻ കോമ്പൗണ്ട് ഉണ്ട്, ടെട്രാഹൈഡ്രോ കനാബിനോൾ അല്ലെങ്കിൽ THC. അപ്പോൾ ഈ THC എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോകനാബിനോയിഡ് സിസ്റ്റത്തിൽ പോയിട്ട് അതിൻ്റെ റിസപ്റ്റർ B1 റിസപ്റ്ററിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസൊക്കെ താളം തെറ്റും. നമ്മുടെ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് വരും, നമ്മുടെ മൂഡ് മാറും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പറ്റൈറ്റിൽ ഡിഫറൻസ് വരും. ഇതാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ശരീരം കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ടോ? യെസ്. ആ മോളിക്യൂളിന് പറയുന്ന പേരാണ് ആനന്ദാമൈഡ്. അതെ, നമ്മുടെ സംസ്കൃതം വേർഡ് ആനന്ദം എടുത്തിട്ടാണ് അതിന് ആനന്ദാമൈഡ് എന്ന് പേര് കൊടുത്തത്. ഒരു ഇസ്രായേലി സയൻറ്റിസ്റ്റാണ് ഇത് ഐസൊലേറ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ സംസ്കൃതം വേർഡ് എടുത്തിട്ട് ആനന്ദാമൈഡ് എന്ന് പേര് കൊടുത്തു. അല്ലെങ്കിൽ അതിന് നമ്മൾ ബ്ലിസ് മോളിക്യൂൾ എന്ന് പറയും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ റിലാക്സ് ആക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, അപ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും അല്ലേ. അത് ഈ ആനന്ദാമൈഡ് എന്ന മോളിക്യൂൾ ഉള്ളതുകൊണ്ടാണ്. ഇനി കഞ്ചാവ് എന്താ ചെയ്യുക? അതിൻ്റെ THC എന്ന് പറയുന്ന മോളിക്യൂൾ, അത് ഈ സെയിം റിസപ്റ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആനന്ദാമൈഡും അതും സെയിം റിസപ്റ്ററാണ് ബ്രെയിനിൽ, B1 റിസപ്റ്റർ. അപ്പം കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ നേരെ ഇത് ഈ ഒരു B1 റിസപ്റ്ററിൽ പോയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം അവർക്ക് വലിയൊരു സന്തോഷം കിട്ടും. അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. നമ്മുടെ ആനന്ദാമൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ലൈഫ് വളരെ കുറവാണ്. അത് 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് ഡിസോൾവ് ആയി പോകും. പക്ഷേ ഈ കഞ്ചാവ് വലിക്കുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷം കുറേ നേരത്തേക്ക് കിട്ടും. പക്ഷേ എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഞ്ചാവ് ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്
പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുക, നല്ലൊരു മൂവി കാണുക, നല്ലൊരു ബുക്ക് വായിക്കുക, അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പക്ഷേ കഞ്ചാവ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഈ ഒരു വലിയ എമൗണ്ട് THC വേണ്ടി വരും. അത് പിന്നെ ടോളറൻസ് വന്നിട്ട് പിന്നെ ഡോസ് കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവർക്കൊന്ന് ചിരിക്കണമെങ്കിൽ പോലും കഞ്ചാവ് വേണം. കഞ്ചാവ് ഇല്ലെങ്കിൽ അവർ ഒരു മോട്ടിവേഷനൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കഞ്ചാവ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കഥയിലെ കുട്ടിയില്ലേ, അവനെന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. നല്ല ശാന്ത സ്വഭാവമായിരുന്ന, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി അവനെങ്ങനെയാണ് ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ തല്ലുക, അല്ലെങ്കിൽ പഠനത്തിലൊക്കെ പുറകോട്ട് പോവുക, ഭാര്യയോട് സംശയം തോന്നുക, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ തീർന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ കഞ്ചാവിൻ്റെ ബ്രെയിനിൽ പ്രവർത്തിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തിൽ അതിനെ അഫക്റ്റ് ചെയ്യും. അതിനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മുടെ റിസ്ക് അനാലിസിസ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഇത് കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെ അഫക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫങ്ഷൻസിനെ അത് നശിപ്പിക്കും. അങ്ങനെയാണ് ഇവൻ ഈ അച്ഛനെ തല്ലാനൊക്കെ പോയതൊക്കെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും, അല്ലേ, ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ആൾക്കാർ പലപ്പോഴും പോലീസുകാർ തല്ലാൻ പോകുന്നു, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇവൻ്റെ ഈ റിസ്ക് അസസ്മെൻറ്റ്, ഇവന് പേടിയുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ റിസ്ക് അസസ്മെൻറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഇനി ഈ കഞ്ചാവ് അഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ മറ്റു പാർട്ടാണ് അമിഗ്ഡല. ഇവിടെയാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളത്. ഈ അമിഗ്ഡലയെ ബാധിക്കുമ്പോഴാണ് ഈ സംശയരോഗം, നേരത്തെ പറഞ്ഞ സംശയരോഗമൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവന് ഹാലുസിനേഷൻസ് അല്ലെങ്കിൽ ഡെലൂഷൻസ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുക. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് മാറി ഒന്ന് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇവന് ഉടനെ വിചാരിക്കും അവർ എന്നെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്, അവർ എനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാവുക. ഇനി അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ഹിപ്പോകാമ്പസ്. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെമ്മറിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഈ ഹിപ്പോകാമ്പസിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പഠിച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഞ്ചാവ് എങ്ങനെയാണ് നല്ല ശാന്തസ്വഭാവമായിട്ടുള്ള, നല്ല പഠിക്കുന്ന, ബ്രില്യൻ്റായിട്ടുള്ള കുട്ടിയെ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്ന്. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ബ്രെയിനിലും ഇത് ഒരുപോലെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ല. ഇനി നമ്മളൊരു ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇനി ടീനേജേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആകുന്നത് ഒരു 23 അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ടീനേജിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയാൽ, നമുക്കെന്നറിയാം സ്കൂൾ കുട്ടികൾ വരെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇത്ര സുലഭമാണ് ഇവിടെ. അപ്പം ആ ഒരു ഏജിൽ ഈ കുട്ടികൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയുള്ള ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബുദ്ധി ഇത് കുറയാൻ തുടങ്ങും. IQ 8 വരെ കുറയാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലും ഭീകരമായ മറ്റു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള സമൂഹം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ 1% ആൾക്കാർ ഷിസോഫ്രീനിയ അല്ലെങ്കിൽ ചിത്തഭ്രമം എന്ന് പറയുന്ന മാരകമായ മാനസിക രോഗത്തിൻ്റെ വിത്ത് പേറി നടക്കുന്ന ആൾക്കാരാണ്. അതായത് ജനറ്റിക്കലി ഇവർക്ക് ഈ ഷിസോഫ്രീനിയ ഉണ്ടാകാനുള്ള ചാൻസ് 1% ആണ്. ഇനി അവരൊരു നോർമൽ ലൈഫിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഷിസോഫ്രീനിയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകും. പക്ഷേ ഇവർ ഈ കഞ്ചാവ്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു പൊട്ടൻസി കൂടി കഞ്ചാവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഷിസോഫ്രീനിയ ഉണ്ടാകാനുള്ള ചാൻസ് 3 to 5% കൂടുതലാണ്. അതായത് നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് ഷിസോഫ്രീനിയ ഉണ്ടാകാനുള്ള ജെനറ്റിക്സ് ഉള്ളിലുണ്ട് എങ്കിൽ അയാൾ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഷിസോഫ്രീനിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അയാൾ വളം ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. ഇനി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയുന്നൊരു വാദമാണ്, ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് അഡിക്ഷനൊന്നും ഉണ്ടാക്കില്ലല്ലോ, സിഗരറ്റ് വലിക്കുന്ന പോലെയല്ലേ ഉള്ളൂ, ചെറിയൊരു ഹൈ കിട്ടും എന്നൊക്കെ. പക്ഷേ എന്താണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്? 10ൽ ഒരാൾക്ക് കഞ്ചാവിന് അഡിക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. അതായത് 10 പേര് കഞ്ചാവ് യൂസ് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് കഞ്ചാവ് അഡിക്ഷൻ ഉണ്ടാക്കാം. ഇനി നമ്മൾ കഞ്ചാവ് കുറച്ചുകൂടി നേരത്തെയാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ ഒരു അഡോളസൻസിലൊക്കെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതെങ്കിൽ 6ൽ ഒരാൾക്ക് അഡിക്ഷനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പം അഡിക്ഷൻ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, ഇത് അഡിക്ഷൻ ഉണ്ടാക്കും. ഇനി അടുത്തൊരു വാദമാണ്, ഈ കഞ്ചാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പൊട്ടൻസി ഒന്നുമില്ല, നാച്ചുറലാണ്, ഈ ഹാർഡ് ഡ്രഗ്സിൻ്റെ അത്ര പ്രശ്നമൊന്നുമില്ല, പണ്ട് പോലെ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഹൈ കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് നമുക്കറിയാം പണ്ടുള്ള കഞ്ചാവ് പോലെയല്ല ഇന്നത്തെ കഞ്ചാവ്. നേരത്തേക്കുള്ള കഞ്ചാവിലെ THC, അതായത് അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ ബ്രെയിനിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 to 8% ഒക്കെ ആയിരുന്നു. അതായിരുന്നു അന്നത്തെ പൊട്ടൻസി. നമ്മളെ നീലച്ചടയനും അല്ലെങ്കിൽ ഇടുക്കി ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 to 24 വരും. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി ഡിമാൻഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പൊട്ടൻസി ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് കഞ്ചാവിലൊക്കെ ഈ THC എത്രയെന്നറിയോ? ഒരു 50 to 80 അല്ലെങ്കിൽ 90% ആണ്. ഈ തായ്ലൻഡിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബേക്കറി പോലെയാണ് ഈ കഞ്ചാവ് ഷോപ്പ്, അത്ര ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഞാനും തായ്ലൻഡിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഷോപ്പിൽ ഒരു കൗതുകത്തിൽ നിന്ന് കയറി. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ THCയുടെ ഗ്രേഡ് അനുസരിച്ചാണ് വില. ഒരു 50 to 90% വരെയുള്ള THC
ഉണ്ട്. അതായത് പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കൽ ഒരു ഹാർഡ് ഡ്രഗിൻ്റെ അതേ എഫക്റ്റിലാണ് ഈ കഞ്ചാവ് ഇപ്പം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ബ്രെയിൻ ഡാമേജും വളരെ വലുതായിരിക്കും. ഇനി ഇതൊക്കെ യൂസ് ചെയ്യുന്ന രീതി, അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കഞ്ചാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ച് ജോയിൻ്റാക്കി വലിക്കുക, അല്ലെങ്കിൽ ഹാഷ് ഓയിലായിട്ട് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല. കഞ്ചാവ് വെച്ചിട്ട് വളരെയധികം വിഭവങ്ങളുണ്ട്. കാരണം കഞ്ചാവ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കഞ്ചാവ് നെയ്യിൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇനി ചോക്ലേറ്റ് ബ്രൗണിയായിട്ട് കിട്ടും, കുക്കീസായിട്ട് കിട്ടും. ഇനി പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ആ ഷോപ്പുകളിൽ ഈ ബ്രൗണിയായിട്ടും കേക്കായിട്ടൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ ഒരു ലഹരി മരുന്ന് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എപ്പോൾ സംശയിക്കണം. അഥവാ ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും കുട്ടിയെ ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ പിടിക്കപ്പെട്ടു എന്ന് വെച്ചോ, അപ്പോൾ അവർ പേരൻസിനെയൊക്കെ അറിയിക്കുമ്പം അവരാദ്യം പറയുന്നത് എൻ്റെ കുട്ടി ഇതൊന്നും ഉപയോഗിക്കില്ല, ഇത് ഏതോ കൂട്ടുകാർ ചതിച്ചാണ്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ആയത്, എൻ്റെ കുട്ടി ഞാനാണ് വളർത്തിയത്, ഇവനിങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കളയേണ്ടത് ഇങ്ങനത്തെ ഒരു ചിന്തയാണ്, എൻ്റെ കുട്ടി ഇതൊന്നും യൂസ് ചെയ്തില്ല എന്നുള്ളൊരു ചിന്ത. കാരണം നമ്മുടെ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവന് ചിലപ്പം ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താവാം, ചിലപ്പോൾ അവൻ യൂസ് ചെയ്ത, ചിലപ്പം അവൻ്റെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പം ചുറ്റുള്ള സാഹചര്യമാവാം, അവൻ ചിലപ്പോൾ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് നമ്മുടെ കുട്ടി ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് സംശയിക്കേണ്ടത്? അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് അവൻ താമസിച്ച് വരിക, അവന് ഉറക്കത്തിൻ്റെ പ്രശ്നം വരിക, അവൻ ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ പഠനത്തിൽ പെട്ടെന്ന് പിന്നോട്ടാവുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അവനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. അവൻ്റെ ഫ്രണ്ട്സിനെ അടക്കം ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുക. പിന്നെ അവരുടെ ബാഗൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഇനി നിങ്ങളുടെ കുട്ടി കഞ്ചാവ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക? നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കപ്പൽ കയറിയെന്ന് പറഞ്ഞിട്ട് അവനെ തല്ലുകയോ, അല്ലെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ, അല്ലെങ്കിൽ അവനെ വഴക്ക് പറയുകയൊക്കെയാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം ചിലപ്പം അവൻ അതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. പണ്ട് നമ്മളും ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ചിലപ്പം കടലാസ് വെച്ചിട്ട് വലിച്ചിട്ടുണ്ടാവാം, അല്ലേ? അപ്പം ഇപ്പം അവനെന്താണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതൊക്കെ പരീക്ഷിച്ച് നോക്കാനുള്ളൊരു ഏജാണ് ഈ അഡോൾസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആദ്യം അവനോട് ശാന്തമായി സംസാരിക്കുക. ഇനി എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലാണോ, അതൊക്കെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇതൊന്നും ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ്, അല്ലെങ്കിൽ അവൻ നശിച്ചുപോയി എന്ന രീതിയിലൊക്കെ അവനോട് സംസാരിക്കാതിരിക്കുക. അവനോട് ശാന്തമായി സംസാരിക്കുക, അവന് സപ്പോർട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ, ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സഹായം തേടാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, കഞ്ചാവ് എന്ന് വെച്ചാൽ അങ്ങനെ ലീഗലൈസ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ് ഡ്രഗൊന്നുമല്ല. ഇതൊരു ഗേറ്റ് വേ ഡ്രഗാണ്. കാരണം കഞ്ചാവിലാണ് പലപ്പോഴും തുടങ്ങിയിട്ട് പല ലഹരിയിലേക്കും പോകുന്നത്. പിന്നെ കഞ്ചാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തുള്ള ചെറിയ പൊട്ടൻസിയുള്ള സാധനമൊന്നുമല്ല, വെരി ഹൈ പൊട്ടൻസിയുള്ള ഒരു കെമിക്കൽ ഹാർഡ് ഡ്രഗിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കഞ്ചാവാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് ബ്രെയിനിലെ സാരമായിട്ട് ബാധിക്കും, സ്വഭാവത്തിലെ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായി. ഇനി ആരെങ്കിലും കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന അഭിപ്രായം പറയുന്നവർക്കിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ ഡ്രഗ്സിനെ കുറിച്ച്. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചുറ്റുമുള്ള ബ്രെയിൻസ് റീവെയർ ചെയ്യാതിരിക്കട്ടെ.